പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇന്ന് 359 ദിവസം. ഇന്നത്തെ വായനാഭാഗങ്ങൾ: വെളിപാടിൻ്റെ പുസ്തകം 1 മുതൽ 3 വരെ അധ്യായങ്ങൾ, 2 തിമോത്തി അധ്യായം 3-4, സുഭാഷിതങ്ങൾ അധ്യായം 31, വാക്യങ്ങൾ 8-9. നമുക്ക് വചനം വായിക്കാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. യോഹന്നാന് ലഭിച്ച വെളിപാട്, അധ്യായം 1. പ്രാരംഭം. യേശുക്രിസ്തുവിൻ്റെ വെളിപാട്. ഉടനെ സംഭവിക്കേണ്ടവ തൻ്റെ ദാസർക്ക് കാണിച്ചു കൊടുക്കേണ്ടതിന് ദൈവം അവന് നൽകിയതും അവൻ തൻ്റെ ദൂതനെ അയച്ച് ദാസനായ യോഹന്നാനെ അറിയിച്ചതും, അവൻ ദൈവവചനത്തിനും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിനും താൻ കണ്ടതിനെല്ലാം സാക്ഷ്യം നൽകി. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവനും കേൾക്കുന്നവരും ഇതിലെഴുതപ്പെട്ടവ പാലിക്കുന്നവരും അനുഗ്രഹീതർ, എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. അഭിവാദനം. യോഹന്നാൻ ഏഷ്യയിലെ 7 സഭകൾക്ക്, ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായവനിൽ നിന്നും അവൻ്റെ സിംഹാസനത്തിനു മുമ്പിലെ സപ്താത്മാക്കളിൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദിജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപനുമായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. നമ്മെ സ്നേഹിക്കുന്നവനും സ്വന്തം രക്തത്താൽ നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച് തൻ്റെ ദൈവവും പിതാവുമായവൻ്റെ രാജ്യവും പുരോഹിതനുമാക്കിയവന് മഹത്വവും ശക്തിയും എന്നും എന്നേക്കും ആമേൻ. ഇതാ അവൻ മേഘങ്ങളോടുകൂടെ വരുന്നു. ഓരോ മിഴിയും അവനെ കാണും. അവനെ കുത്തി മുറിവേൽപ്പിച്ചവർ പോലും. ഭൂമിയിലെ എല്ലാ ഗോത്രങ്ങളും അവനെ പ്രതിവിലപിക്കും. അതെ, ആമേൻ. ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായ ദൈവം അരുൾ ചെയ്യുന്നു: ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു. മനുഷ്യപുത്രൻ്റെ ദർശനം. നിങ്ങളുടെ സഹോദരനും ക്ലേശങ്ങളിലും രാജ്യത്തിലും സഹനശക്തിയിലും യേശുക്രിസ്തുവിൽ നിങ്ങളോട് പങ്കുചേർന്നവനുമായ യോഹന്നാൻ എന്ന ഞാൻ, ദൈവവചനത്തെയും യേശുവിൻ്റെ സാക്ഷ്യത്തെയും പ്രതി പാത്മോസ് എന്ന് വിളിക്കപ്പെടുന്ന ദ്വീപിലായിരുന്നു. കർത്തൃദിനത്തിൽ ഞാൻ ആത്മാവിലായിരിക്കെ എൻ്റെ പിന്നിൽ നിന്ന് കാഹളത്തിൻ്റേതുപോലുള്ള വലിയ ഒരു സ്വരം പറയുന്നത് കേട്ടു: നീ കാണുന്നത് ഒരു ഗ്രന്ഥത്തിലെഴുതി എഫേസോസ്, സ്മിർന, പെർഗാമോസ്, തിയത്തീറ, സാർദീസ്, ഫിലാദൽഫിയ, ലവോദിക്കിയ എന്നീ 7 സ്ഥലങ്ങളിലെ 7 സഭകൾക്ക് അയച്ചു കൊടുക്കുക. എന്നോട് സംസാരിച്ച സ്വരം കാണാൻ ഞാൻ തിരിഞ്ഞപ്പോൾ സ്വർണ്ണനിർമ്മിതമായ 7 ദീപപീഠങ്ങൾ ഞാൻ കണ്ടു. ദീപപീഠങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ. അവന് പാദം വരെ നീണ്ടുകിടക്കുന്ന മേലങ്കി, മാറോടടുത്ത് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച. അവൻ്റെ ശിരസും മുടിയുമാകട്ടെ വെൺകമ്പിളി പോലെയും മഞ്ഞുപോലെയും ധവളം, നയനങ്ങൾ തീജ്വാല പോലെ, പാദങ്ങൾ ചൂളയിൽ ചുട്ടുപഴിപ്പിച്ച് തിളങ്ങുന്ന പിത്തള പോലെ. അവൻ്റെ സ്വരം പെരുവെള്ളത്തിൻ്റെ ഇരമ്പൽ പോലെയും. അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രങ്ങൾ. അവൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള ഇരുവായ്ത്തലവാൾ. അവൻ്റെ വദനം പൂർണ്ണശക്തിയോടെ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ. അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ തൻ്റെ വലങ്കൈ എൻ്റെ മേൽ വെച്ചുകൊണ്ട് പറഞ്ഞു: ഭയപ്പെടേണ്ട, ഞാനാണ് ആദ്യനും അന്ത്യനും ജീവിക്കുന്നവനും. ഞാൻ മൃതനായി, എന്നാൽ ഇതാ ഞാൻ എന്നും എന്നേക്കും ജീവിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലുകൾ എൻ്റെ പക്കലുണ്ട്. അതിനാൽ നീ കണ്ടതും ഉള്ളവയും ഇവയ്ക്ക് ശേഷം സംഭവിക്കാനിരിക്കുന്നവയും എഴുതുക. എൻ്റെ വലങ്കയിൽ നീ കണ്ട 7 നക്ഷത്രങ്ങളുടെയും 7 സ്വർണ്ണ ദീപപീഠങ്ങളുടെയും രഹസ്യം ഇതാണ്: 7 നക്ഷത്രങ്ങൾ 7 സഭകളുടെ ദൂതന്മാരും 7 ദീപപീഠങ്ങൾ 7 സഭകളുമാകുന്നു. വെളിപാട് അധ്യായം 2. എഫേസോസിലെ സഭയ്ക്ക്. എഫേസോസിലെ സഭയുടെ ദൂതന് എഴുതുക: തൻ്റെ വലങ്കയിൽ 7 നക്ഷത്രങ്ങൾ പിടിച്ചുകൊണ്ട് 7 സ്വർണ്ണ ദീപപീഠങ്ങൾക്ക് മധ്യേ നടക്കുന്നവൻ ഇപ്രകാരം പറയുന്നു: നിന്റെ പ്രവൃത്തികളും പ്രയത്നങ്ങളും നിന്റെ സഹനശക്തിയും ദുഷ്ടരെ നിനക്ക് സഹിക്കാനാവില്ലെന്നും ഞാൻ അറിയുന്നു. അപ്പസ്തോലന്മാരെന്ന് സ്വയം പറയുകയും എന്നാൽ അങ്ങനെ അല്ലാതിരിക്കുകയും ചെയ്യുന്നവരെ പരിശോധിച്ച് അവർ വ്യാജം പറയുന്നവരാണെന്ന് നീ കണ്ടുപിടിച്ചു. സഹനശക്തി നിനക്കുണ്ട്. എൻ്റെ നാമത്തെ പ്രതി ഭാരം വഹിച്ചിട്ടും നീ തളർന്നില്ല. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്നുണ്ട്: നിന്റെ ആദ്യ സ്നേഹം നീ ഉപേക്ഷിച്ചു. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് വീണതെന്ന് ഓർക്കുക. മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. നീ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും
നിന്റെ ദീപപീഠം അതിൻ്റെ സ്ഥാനത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. എന്നാൽ നിനക്ക് ഈ ഗുണമുണ്ട്: നിക്കളോവാസ് പക്ഷക്കാരുടെ പ്രവൃത്തികൾ നീ വെറുക്കുന്നു, അവ ഞാനും വെറുക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയം വരിക്കുന്നവന് ദൈവത്തിൻ്റെ പറുദീസയിലുള്ള ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും. സ്മിർനായിലെ സഭയ്ക്ക്. സ്മിർനായിലെ സഭയുടെ ദൂതന് എഴുതുക: ആദ്യനും അന്ത്യനും മൃതനായവനും എന്നാൽ വീണ്ടും ജീവിക്കുന്നവനുമായവൻ ഇപ്രകാരം പറയുന്നു: നിന്റെ ക്ലേശവും ദാരിദ്ര്യവും ഞാൻ അറിയുന്നു, എങ്കിലും നീ സമ്പന്നനാണ്. യഹൂദരെന്ന് അവകാശപ്പെടുകയും എന്നാൽ അങ്ങനെയല്ലാതെ സാത്താൻ്റെ സെനഗോഗായി വർത്തിക്കുകയും ചെയ്യുന്നവരുടെ ദോഷാരോപണങ്ങളും ഞാൻ അറിയുന്നു. നീ സഹിക്കാൻ പോകുന്നവയെ ഭയപ്പെടരുത്. ഇതാ, പരീക്ഷിക്കപ്പെടാൻ നിങ്ങളിൽ ചിലരെ പിശാച് തടവിലിടാൻ പോകുന്നു. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ക്ലേശമുണ്ടാകും. മരണം വരെ വിശ്വസ്തനായിരിക്കുക. ജീവൻ്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. ആത്മാവ് സഭകളോട് പറയുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയം വരിക്കുന്നവൻ രണ്ടാം മരണത്താൽ ഹനിക്കപ്പെടുകയില്ല. പെർഗാമോസിലെ സഭയ്ക്ക്. പെർഗാമോസിലെ സഭയുടെ ദൂതൻ എഴുതുക: മൂർച്ചയേറിയ ഇരുതല വാളുള്ളവൻ പറയുന്നു: നീ എവിടെ വസിക്കുന്നെന്ന് ഞാൻ അറിയുന്നു. സാത്താൻ്റെ സിംഹാസനം ഉള്ളിടത്ത് തന്നെ. എങ്കിലും എൻ്റെ നാമം നീ മുറുകെ പിടിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ വസിക്കുന്നിടത്ത് വെച്ച് എൻ്റെ വിശ്വസ്ത സാക്ഷിയായ അന്തിപ്പാസ് വധിക്കപ്പെട്ട നാളുകളിൽ പോലും എൻ്റെ വിശ്വാസം നീ തള്ളിപ്പറഞ്ഞില്ല. എങ്കിലും എനിക്ക് നിനക്കെതിരെ ചില കാര്യങ്ങളുണ്ട്. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ ഭക്ഷിക്കാനും വ്യഭിചാരം ചെയ്യാനും ഇസ്രായേൽ മക്കൾക്ക് ഇടർച്ച നൽകാൻ ബാലാക്കിനെ പഠിപ്പിച്ച ബാലാമിൻ്റെ പ്രബോധനം മുറുകെ പിടിക്കുന്നവർ അവിടെയുണ്ട്. അതുപോലെ നിക്കളോവോസ് പക്ഷക്കാരുടെ പ്രബോധനം മുറുകെ പിടിക്കുന്നവരും അവിടെയുണ്ട്. അതിനാൽ മാനസാന്തരപ്പെടുക, അല്ലെങ്കിൽ നിന്റെ അടുത്തേക്ക് ഞാൻ വേഗം വന്ന് എൻ്റെ വായിലെ വാൾ കൊണ്ട് അവരോട് പോരാടും. ആത്മാവ് സഭകളോട് പറയുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയം വരിക്കുന്നവന് ഞാൻ നിഗൂഢമന്നയിൽ നിന്ന് നൽകും. അവന് ഞാൻ ഒരു വെള്ളക്കല്ല് കൊടുക്കും, അതിലൊരു പുതിയ നാമം കുത്തിയിരിക്കും. അതെന്തെന്ന് സ്വീകരിക്കുന്നവനൊഴികെ മറ്റാരും അറിയുകയില്ല. തിയത്തീറായിലെ സഭയ്ക്ക്. തിയത്തീറായിലെ സഭയുടെ ദൂതൻ എഴുതുക: അഗ്നിനാളം പോലെ മിഴികളും തിളങ്ങുന്ന പിത്തള പോലെ പാദങ്ങളുമുള്ള ദൈവപുത്രൻ ഇപ്രകാരം പറയുന്നു: നിന്റെ പ്രവൃത്തികളും നിന്റെ സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും സഹനശക്തിയും ഞാൻ അറിയുന്നു. നിന്റെ അവസാനത്തെ പ്രവൃത്തികൾ ആദ്യത്തേതിനേക്കാൾ അധികമാണ്. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്നുണ്ട്. വ്യഭിചാരം ചെയ്യുകയും വിഗ്രഹങ്ങൾക്കർപ്പിച്ചവ ഭക്ഷിക്കുകയും ചെയ്യാൻ എൻ്റെ ദാസരെ പഠിപ്പിക്കാനും വഴിതെറ്റിക്കാനും പ്രവാചികയെന്ന് സ്വയം വിളിക്കുന്ന ജസബൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു. മാനസാന്തരപ്പെടാൻ ഞാൻ അവൾക്ക് സമയം നൽകി. എന്നാൽ തൻ്റെ വ്യഭിചാരത്തിൽ നിന്ന് മാനസാന്തരപ്പെടാൻ അവൾ കൂട്ടാക്കുന്നില്ല. ഇതാ, അവളെ രോഗശയ്യയിലേക്കും അവളോടൊത്ത് വ്യഭിചരിക്കുന്നവരെ അവർ അവരുടെ പ്രവൃത്തികളിൽ നിന്ന് മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ വലിയ ക്ലേശത്തിലേക്കും ഞാൻ വലിച്ചെറിയും. അവരുടെ മക്കളെ ഞാൻ കൊന്നുകളയും. മനസ്സുകളും ഹൃദയങ്ങളും പരിശോധിക്കുന്നവനാണ് ഞാനെന്ന് സകല സഭകളും അപ്പോൾ അറിയും. നിങ്ങളുടെ പ്രവൃത്തികൾക്കനുസൃതമായത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ നൽകും. ഈ പ്രബോധനം സ്വീകരിക്കുകയോ സാത്താൻ്റെ രഹസ്യങ്ങളെന്ന് അവർ വിളിക്കുന്നവ അറിയുകയോ ചെയ്യാതെ തിയത്തീറായിൽ അവശേഷിച്ചിട്ടുള്ള നിങ്ങളോട് ഞാൻ പറയുന്നു: മറ്റു ഭാരമൊന്നും നിങ്ങളുടെ മേൽ ഞാൻ ചുമത്തുന്നില്ല. എന്നാൽ നിങ്ങൾക്കുള്ളവ ഞാൻ വരുന്നതുവരെ മുറുകെ പിടിക്കുവിൻ. വിജയം വരിക്കുന്നവന്, എൻ്റെ പ്രവൃത്തികൾ അവസാനം വരെ അനുഷ്ഠിക്കുന്നവന് ജനതകളുടെ മേൽ ഞാൻ അധികാരം നൽകും. ഇരുമ്പ് ദണ്ടുകൊണ്ട് അവൻ അവരെ മേയിക്കും, മൺപാത്രങ്ങൾ പോലെ അവരെ തകർക്കും. ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് അധികാരം സ്വീകരിച്ച പോലെ തന്നെ പുലർകാല നക്ഷത്രം ഞാൻ അവന് നൽകും. ആത്മാവ് സഭകളോട് പറയുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വെളിപാട് അധ്യായം 3. സാർദീസിലെ സഭയ്ക്ക്. സാർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക: ദൈവത്തിൻ്റെ സപ്താത്മാക്കളും സപ്തതാരങ്ങളുമുള്ളവൻ ഇപ്രകാരം പറയുന്നു: നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. ജീവിച്ചിരിക്കുന്നവനെന്ന പേര് നിനക്കുണ്ട്, പക്ഷേ നീ മൃതനാണ്. ഉണർന്നിരിക്കുക, നിന്നിൽ മരണാസന്നമായി അവശേഷിക്കുന്നതിനെ ശക്തിപ്പെടുത്തുക. എന്തെന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്റെ പ്രവൃത്തികൾ പൂർത്തിയാക്കപ്പെട്ടതായി ഞാൻ കണ്ടില്ല. അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എപ്രകാരമാണെന്ന് അനുസ്മരിച്ച് അത് കാത്തുസൂക്ഷിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണർന്നിരിക്കുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെപ്പോലെ വരും. ഏത് മണിക്കൂറിലാണ് ഞാൻ നിനക്കെതിരെ വരികയെന്ന് നീ അറിയുകയില്ല. എന്നാൽ തങ്ങളുടെ വസ്ത്രങ്ങൾ മലിനമാക്കിയിട്ടില്ലാത്ത കുറച്ചുപേർ സാർദീസിൽ നിനക്കുണ്ട്. അവർ ധവള വസ്ത്രധാരികളായി എൻ്റെ കൂടെ നടക്കും. എന്തെന്നാൽ അവർ അതിന് യോഗ്യരാണ്. വിജയം വരിക്കുന്നവൻ ഇപ്രകാരം വെള്ളവസ്ത്രം ധരിപ്പിക്കപ്പെടും. ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് അവൻ്റെ നാമം ഞാൻ മായ്ച്ചു കളയുകയില്ല. എൻ്റെ പിതാവിൻ്റെയും അവിടുത്തെ ദൂതന്മാരുടെയും മുമ്പിൽ അവൻ്റെ നാമം ഞാൻ ഏറ്റുപറയും.
ആത്മാവ് സഭകളോട് പറയുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഫിലദെൽഫിയയിലെ സഭയ്ക്ക്. ഫിലദെൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക. പരിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്ത വിധം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനുമായവൻ ഇപ്രകാരം പറയുന്നു: നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. ഇത് ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ നിന്റെ മുമ്പിൽ ഞാൻ സ്ഥാപിക്കുന്നു. നിനക്കല്പം ശക്തിയേ ഉള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം തള്ളിപ്പറഞ്ഞില്ല. ഇതാ, യഹൂദരാണെന്ന് പറയുകയും എന്നാൽ അങ്ങനെയല്ലാതെ നുണ പറയുകയും ചെയ്യുന്ന സാത്താൻ്റെ സിനഗോഗിൽ നിന്നുള്ള ചിലർ. ഇതാ, അവരെ ഞാൻ നിന്റെ കാൽക്കൽ വരുത്തി കുമ്പിടിക്കും. അങ്ങനെ ഞാൻ നിന്നെ സ്നേഹിച്ചെന്ന് അവർ ഗ്രഹിക്കും. എൻ്റെ സഹനശക്തിയുടെ വചനം നീ കാത്തതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കാൻ ലോകമെങ്ങും വരാൻ പോകുന്ന പ്രലോഭനത്തിൻ്റെ മണിക്കൂറിൽ നിന്ന് ഞാനും നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടമാരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് മുറുകെ പിടിക്കുക. വിജയം വരിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലെ ഒരു സ്തംഭമാക്കും. അവൻ പിന്നെ ഒരിക്കലും പുറത്തു പോവുകയില്ല. അവൻ്റെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ നാമവും സ്വർഗത്തിൽ നിന്ന് എൻ്റെ ദൈവത്തിൽ നിന്നിറങ്ങി വരുന്ന പുതിയ ജെറുസലേമാകുന്ന ദൈവനഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ എഴുതും. ആത്മാവ് സഭകളോട് പറയുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ലവോദിക്കയിലെ സഭയ്ക്ക്. ലവോദിക്കയിലെ സഭയുടെ ദൂതന് എഴുതുക. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയും ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആരംഭവുമായിരിക്കുന്ന ആമേൻ ഇപ്രകാരം പറയുന്നു: നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല. നീ തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീ ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷ്ണനാകയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയാൻ പോകുന്നു. എന്തെന്നാൽ ഞാൻ ധനവാനാണ്, ഞാൻ സമ്പന്നനായി, എനിക്കൊന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. എന്നാൽ നീ ദുരിതപൂർണനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല. ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണവും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാത്ത വിധം ധരിക്കാൻ ധവളവസ്ത്രങ്ങളും കാഴ്ച ലഭിക്കാൻ കണ്ണിൽ എഴുതാനുള്ള ലേപവും എന്നോട് വാങ്ങുക. ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവനാവുക, മനസാന്തരപ്പെടുക. ഇതാ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും. ഞാൻ അവനോടൊത്തും അവൻ എന്നോടൊത്തും വിരുന്നിനിരിക്കും. വിജയം വരിക്കുന്നവനെ ഞാൻ വിജയം വരിച്ചെൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിലിരിക്കുന്ന പോലെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഇരുത്തും. ആത്മാവ് സഭകളോട് പറയുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. 2 തിമോത്തിയോസ് അധ്യായം 3. ദുഷ്ടന്മാരുടെ നാളുകൾ. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. അപ്പോൾ സ്വയം സ്നേഹികളും പൊങ്ങച്ചക്കാരും ഗർവിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും കൃതജ്ഞരും വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടാകും. അവർ മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും അപവാദം പറയുന്നവരും ആത്മനിയന്ത്രണമില്ലാത്തവരും ക്രൂരന്മാരും നന്മ വെറുക്കുന്നവരും വഞ്ചകരും എടുത്തുചാട്ടക്കാരും അഹന്തയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം ഭോഗപ്രിയരുമായിരിക്കും. അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യം നിഷേധിക്കും. അവരിൽ നിന്ന് അകന്നു നിൽക്കുക. അവരിൽ ചിലർ വീടുകളിൽ നുഴഞ്ഞു കയറി ദുർബലകളും പാപങ്ങൾക്കടിമപ്പെട്ടവരും വിഷയാസക്തികളാൽ നയിക്കപ്പെടുന്നവരുമായ സ്ത്രീകളെ വശപ്പെടുത്തുന്നു. എന്നും പഠിക്കുന്നുണ്ടെങ്കിലും സത്യത്തിൻ്റെ ജ്ഞാനത്തിലെത്തിച്ചേരാൻ അവർക്ക് കഴിവില്ല. യാന്നസും യാംബ്രസും മോശയെ എതിർത്ത പോലെ ഈ മനുഷ്യർ സത്യത്തെ എതിർക്കുന്നു. അവർ ദുഷിച്ച മനസ്സുള്ളവരും വിശ്വാസരഹിതരുമാണ്. എന്നാൽ അവർ അധികം മുമ്പോട്ട് പോവുകയില്ല. മേൽപ്പറഞ്ഞവരുടെ കാര്യത്തിൽ എന്ന പോലെ അവരുടെ മൗഢ്യം എല്ലാവർക്കും ബോധ്യമാകും. മാതൃകയും ഉപദേശവും. എൻ്റെ പ്രബോധനവും ജീവിതരീതിയും ലക്ഷ്യവും വിശ്വാസവും ദീർഘക്ഷമയും സ്നേഹവും സഹനശേഷിയും നീ അടുത്തറിഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ പീഡനങ്ങളും കഷ്ടപ്പാടുകളും അന്ത്യോക്യയിലും ഇക്കോണിയത്തിലും ലിസ്ത്രായിലും ഞാൻ അനുഭവിച്ച മർദ്ദനങ്ങളും. അവയിൽ നിന്നെല്ലാം കർത്താവ് എന്നെ രക്ഷിച്ചു. ക്രിസ്തുയേശുവിൽ വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. അതേസമയം ദുഷ്ടരും കപടനാട്യക്കാരും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും അടിക്കടി അധപ്പതിക്കും. എന്നാൽ നീ പഠിച്ചിട്ടുള്ളതും നിനക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതുമായ കാര്യങ്ങൾ ആരിൽ നിന്നാണ് പഠിച്ചതെന്നോർത്ത് അവയിൽ നിലനിൽക്കുക. ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന തിരുവെഴുത്തുകൾ നീ ബാല്യം മുതൽ അറിഞ്ഞിട്ടുള്ളതാണല്ലോ. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു.
ദൈവത്തിൻ്റെ മനുഷ്യൻ എല്ലാ നല്ല പ്രവൃത്തികൾക്കും പ്രാപ്തനായി പൂർണ്ണത കൈവരിക്കുന്നതിനാണിത്. 2 തീമോത്തിയോസ് അധ്യായം 4. ദൈവത്തിൻ്റെ മുമ്പാകെയും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്ന ക്രിസ്തു യേശുവിൻ്റെ മുമ്പാകെയും അവൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരിൽ ഞാൻ നിന്നെ ഇപ്രകാരം ചുമതലപ്പെടുത്തുന്നു. വചനം പ്രഘോഷിക്കുക. നല്ല സമയത്തും അല്ലാത്ത സമയത്തും ഒരുങ്ങിയിരിക്കുക. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക. അവരെ ശാസിക്കുക. ദീർഘക്ഷമയിലും പ്രബോധനത്തിലും പ്രോത്സാഹിപ്പിക്കുക. ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. അവർ തങ്ങളുടെ മോഹങ്ങൾക്കനുസരിച്ച് കാതിനിമ്പമുണ്ടാക്കുന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും. അവർ സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും. നീയാകട്ടെ എല്ലാ കാര്യങ്ങളിലും സമചിത്തത പാലിക്കുക. കഷ്ടതകൾ സഹിക്കുകയും സുവിശേഷകന്റെ ജോലി ചെയ്യുകയും നിന്റെ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുക. നീതിയുടെ കിരീടം. ഞാൻ പാനീയയാഗമായി അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ വേർപാടിൻ്റെ സമയം സമാഗതമായി. ഞാൻ നന്നായി യുദ്ധം ചെയ്തു, ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം കാത്തു. അതിനാൽ എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അതെനിക്ക് സമ്മാനിക്കും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷീകരണം സ്നേഹപൂർവം കാത്തിരിക്കുന്ന എല്ലാവർക്കും. നിർദ്ദേശങ്ങൾ. എൻ്റെ അടുത്ത് വേഗം എത്തിച്ചേരാൻ ഉത്സാഹിക്കുക. എന്തെന്നാൽ ഈ ലോകത്തോടുള്ള സ്നേഹം മൂലം ദേമാസ് എന്നെ വിട്ട് തെസലോനിക്കയിലേക്ക് പോയിരിക്കുന്നു. ക്രസ്കസ് ഗലാത്തിയായിലേക്കും തീത്തോസ് ദൽമാത്തിയായിലേക്കും പോയി കഴിഞ്ഞു. ലൂക്ക മാത്രമേ എന്നോട് കൂടെയുള്ളൂ. മർക്കോസിനെ കൂടെ നീ കൂട്ടിക്കൊണ്ടുവരണം. ശുശ്രൂഷയിൽ അവൻ എനിക്കേറെ പ്രയോജനപ്പെടും. തിക്കിക്കോസിനെ ഞാൻ എഫേസോസിലേക്ക് അയച്ചിരിക്കുകയാണ്. നീ വരുമ്പോൾ ഞാൻ ത്രോവാസിൽ കാർപ്പോസിൻ്റെ പക്കൽ ഏൽപ്പിച്ചിട്ട് പോന്ന എൻ്റെ പുറംകുപ്പായവും പുസ്തകങ്ങളും, പ്രത്യേകിച്ച് തുകൽ ചുരുളുകളും കൊണ്ടുപോരണം. ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ എനിക്കേറെ ദ്രോഹങ്ങൾ ചെയ്തു. കർത്താവ് അവൻ്റെ പ്രവൃത്തികൾക്ക് പ്രതിഫലം നൽകും. നീയും അവനെ സൂക്ഷിക്കണം. കാരണം അവൻ നമ്മുടെ വാക്കുകൾ അത്യധികം എതിർത്തവനാണ്. എൻ്റെ ന്യായവാദങ്ങൾ ഞാൻ ആദ്യം അവതരിപ്പിച്ചപ്പോൾ ആരും എൻ്റെ ഭാഗത്തില്ലായിരുന്നു. എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. അത് അവരുടെ മേൽ ആരോപിക്കപ്പെടാതിരിക്കട്ടെ. എന്നാൽ എല്ലാ ജനതകളും കേൾക്കത്തക്ക വിധം എൻ്റെ പ്രഘോഷണം പൂർത്തിയാക്കുന്നതിന് കർത്താവ് എൻ്റെ കൂടെ നിന്ന് എനിക്ക് ശക്തി നൽകി. അങ്ങനെ ഞാൻ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. കർത്താവ് എല്ലാ തിന്മപ്രവൃത്തികളിലും നിന്ന് എന്നെ രക്ഷിച്ച് തൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരും. എന്നും എന്നേക്കും അവിടുത്തേക്ക് മഹത്വം. ആമേൻ. ആശംസകൾ. പ്രിസ്കായ്ക്കും അക്വീലായ്ക്കും ഒനേസിഫോറോസിൻ്റെ കുടുംബത്തിനും അഭിവാദനങ്ങൾ. എറാസ്തൂസ് കോരിന്തോസിൽ തങ്ങി. രോഗബാധിതനായ ത്രോഫിമോസിനെ ഞാൻ മിലേത്തോസിൽ വിട്ടിട്ടു പോന്നു. മഞ്ഞുകാലത്തിനു മുമ്പ് തന്നെ ഇവിടെ എത്താൻ നീ ശ്രമിക്കുക. എവുബുളോസും പൂതൻസും ലീനൂസും ക്ലൗദിയായും എല്ലാ സഹോദരരും നിനക്ക് അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. കർത്താവ് നിന്റെ ആത്മാവോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. കൃപ നിങ്ങളോട് കൂടെ. സുഭാഷിതങ്ങൾ അധ്യായം 31 വാക്യങ്ങൾ 8-9. മൂകനു വേണ്ടി നീ നിന്റെ വായി തുറക്കുക. നിരാലംബരായ തനയരുടെയെല്ലാം നീതി നിർവഹണത്തിനു വേണ്ടിയും നീതിപൂർവകമായ ന്യായവിധിക്കായി അഗതിയുടെയും ദരിദ്രൻ്റെയും നീതി നിർവഹണത്തിനായി നീ നിന്റെ വായി തുറക്കുക. പ്രിയമുള്ളവരെ, 359 ദിവസത്തിലേക്ക് പ്രാർത്ഥനാപൂർവം ഒരിക്കൽ കൂടി നിങ്ങളെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായനകൾ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. ഞാൻ ഈ ദിവസം മുതൽ കൂടുതലും വെളിപാട് പുസ്തകത്തിൽ നിന്നായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത്. വിശദമായ ഒരു വ്യാഖ്യാനത്തിനും പഠനത്തിനും നമ്മുടെ സമയപരിമിതി പ്രധാനപ്പെട്ട ഒരു തടസ്സമാണ്. അതുകൊണ്ട് വെളിപാട് പുസ്തകത്തിൽ വിവരിക്കുന്ന സംഭവങ്ങൾ കൃത്യതയോടെ മനസ്സിലാക്കുക എന്നതായിരിക്കും നമ്മൾ ഈ ഒരു ആഴ്ചയിലെ വായനയിലൂടെ കൂടുതലും അതിൻ്റെ വ്യാഖ്യാനത്തിലൂടെ ശ്രദ്ധിക്കാൻ പോകുന്നത്. കൂടുതൽ വിശദമായ ഒരു വെളിപാട് പുസ്തക പഠനം ഇതിന് ശേഷം നമുക്ക് ഒരുക്കപ്പെടുന്നതാണ് എന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് പോകാനാണ് ആഗ്രഹിക്കുന്നത്. റോമിൻ്റെ ചക്രവർത്തിയായി ഡൊമീഷ്യൻ ചക്രവർത്തി അധികാരമേറ്റ സമയത്ത് അദ്ദേഹം തന്നെ വിശേഷിപ്പിച്ചത് കർത്താവും ദൈവവും എന്നാണ്. ഡൊമീഷ്യൻ ചക്രവർത്തിയെ ജനങ്ങൾ അഭിസംബോധന ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചത് അവർ ലോർഡ് ആൻഡ് അവർ ഗോഡ് എന്നാണ്. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ എന്നാണ്. ഇതിനെ എതിർത്ത് നിന്ന, ഈ രാജപൂജയെ അംഗീകരിക്കാൻ തയ്യാറാകാത്ത, ഈ ഇമ്പീരിയൽ കൾട്ടിന് എതിരെ നിന്ന ഏഷ്യ മൈനറിലെ സഭകൾ സ്വാഭാവികമായും റോമിൻ്റെ കരുത്തുറ്റ കരങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ടു.
അങ്ങനെ പീഡനത്തിലായിരുന്ന സഭയെ വിശ്വാസത്തിൽ പിടിച്ചു നിർത്താൻ ചരിത്രത്തിൽ സംഭവിക്കാൻ പോകുന്ന, ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഈ ഗ്രന്ഥത്തിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. 400-ലധികം പഴയ നിയമ റെഫറൻസുകൾ വെളിപാട് പുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എല്ലാ പ്രവചനങ്ങളുടെയും, പഴയ നിയമത്തിലെ സകല പ്രവചനങ്ങളുടെയും പൂർത്തീകരണമായ ക്രിസ്തു എന്ന ഒരു വിഷയത്തിലേക്കാണ് വെളിപാട് പുസ്തകം, ബൈബിളിലെ അവസാനത്തെ പുസ്തകം, നമ്മളെ എത്തിക്കുന്നത്. ഈ വെളിപാട് യേശുക്രിസ്തുവിൻ്റെ വെളിപാടാണ്. യോഹന്നാന് യേശുക്രിസ്തുവാണ് ഈ വെളിപാട് കൈമാറുന്നത്. വെളിപാടിൻ്റെ ഉറവിടം ക്രിസ്തുവാണ്. അദ്ദേഹം, യോഹന്നാൻ, പാത്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ട്, ക്രിസ്തു വിശ്വാസത്തെ പ്രതി നാടുകടത്തപ്പെട്ട് പാത്മോസ് ദ്വീപിലായിരുന്ന സമയത്ത് കർത്താവിൻ്റെ ദിവസം, അതായത് ഞായറാഴ്ച ദിവസം ദൈവാരാധനയുടെ സമയത്ത് ആത്മാവിൽ തൻ്റെ സഭകളോട് ചേർന്ന് പ്രാർത്ഥനാ നിരതനായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഈ ദൈവിക വെളിപാട് ഈശോ നൽകുന്നത്. അതുകൊണ്ട് തന്നെ വെളിപാട് പുസ്തകത്തെ മുഴുവൻ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് ഒരു ലിറ്റർജിക്കൽ കോണ്ടെക്സ്റ്റിലാണ്, ആരാധനയുടെ പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് തന്നെ വെളിപാട് പുസ്തകം ആരാധനയുടെ കണ്ണുകളിലൂടെ, ദൈവാരാധനയുടെ, ക്രിസ്ത്യൻ ലിറ്റർജിയുടെ കണ്ണുകളിലൂടെ നോക്കിക്കാണുമ്പോഴാണ് ഈ പുസ്തകത്തിൻ്റെ അർത്ഥം കൂടുതൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്. 1-ാമത്തെ അധ്യായത്തിൽ ഈ പുസ്തകത്തിൻ്റെ കഥാനായകൻ യേശുക്രിസ്തു ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭയുടെ അധിനാഥനായ, മണവാളനായ, നാഥനായ ക്രിസ്തു തൻ്റെ സഭകളോട്, ഏഷ്യ മൈനറിലെ 7 സഭകളോട് സംസാരിക്കുന്നതാണ് ഈ 2-3 അധ്യായങ്ങളുടെ പ്രമേയം. 7 സഭകൾ കൃത്യമായും സൂചിപ്പിക്കുന്നത് മുഴുവൻ സഭകളെയുമാണ്. 7 പ്രതീകാത്മകമായ ഒരു നമ്പറാണ്. ഒരു വൃത്തം വരച്ചാൽ ഒരാൾക്ക്, കത്തുമായി പോകുന്ന ഒരാൾക്ക് ഒരു സ്ഥലത്തു നിന്ന് ആരംഭിച്ച് ഒരു സർക്കിൾ പൂർത്തിയാക്കി, ഒരു വൃത്തം പൂർത്തിയാക്കി വരാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് ഈ സഭകളുടെ. അങ്ങനെ ഓരോ സഭയിലേക്കുമുള്ള കർത്താവിൻ്റെ സന്ദേശമാണ് 2-3 അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ഇതിലൂടെ ഗ്രഹിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യേശുക്രിസ്തു തൻ്റെ സഭകളെ വ്യക്തമായി, വ്യക്തിപരമായി അറിയുന്നു എന്നതാണ്. തൻ്റെ സഭകളെ വ്യക്തിപരമായി അറിയുന്ന കർത്താവ് അവരുടെ നന്മകൾ ചൂണ്ടിക്കാണിക്കുന്നു, നന്മകൾക്ക് അവരെ പ്രോത്സാഹിപ്പിക്കുന്നു, അവരുടെ കുറവുകൾ തിരിച്ചറിയാൻ അവരെ ക്ഷണിക്കുന്നു, അനുതാപത്തിലേക്കും അനുതാപത്തിലൂടെ കരഗതമാകുന്ന കിരീടത്തിലേക്കും അവരെ ആനയിക്കുകയും ചെയ്യുന്നു. ദീർഘമായ വായനകളും ധ്യാനവും നമുക്ക് പിന്നീട് മറ്റൊരവസരത്തിൽ നടത്താൻ കഴിയും. വെളിപാട് പുസ്തകം തീർച്ചയായും വലിയ ആത്മീയ ഉണർവിലേക്ക് നമ്മളെ നയിക്കുന്ന ഗ്രന്ഥമാണ്. വെളിപാട് പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ പുസ്തകം വായിക്കുന്ന ആൾക്കും കേൾക്കുന്നവർക്കും, ഈ പ്രവചനത്തിലെ വാക്കുകൾ കേട്ട് പാലിക്കുന്നവർക്കും ഒരു ആശീർവാദം, ഒരു അനുഗ്രഹം നൽകിക്കൊണ്ടാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവനും കേൾക്കുന്നവരും, ഇതിലെഴുതപ്പെട്ടത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ സമൃദ്ധമായി അനുഭവിക്കാൻ ഈ ഗ്രന്ഥ വായനയിലൂടെ കടന്നു പോകുന്ന ദിനങ്ങൾ നമ്മെ സഹായിക്കട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നാളെ വീണ്ടും ഈ വചന സ്വരവുമായി നിങ്ങളുടെ അടുത്തേക്കെത്തും വരെ മറക്കരുത്, ഞാൻ ഡാനിയലച്ചൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ സ്നേഹിക്കാം, പ്രാർത്ഥിക്കാം, ഈശോയെ പങ്കുവെക്കാം, അനുഗ്രഹത്തോടെ ജീവിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.